ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉണ്ട് നീട്ടണ്ട. അതല്ല, ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ബപ്പ. Alright guys, so let's get on with it. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ വിനീത് വരെ എന്റെ മുഖചിത്രമാണ്. ഇറങ്ങി നേരെ ഇങ്ങ് തലപിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നെ നോബി I will take you to the miraculous universe of the most wanted person you're searching for. ഇത് പറയ്ക്കും വണക്കം എന്ന് സാധാരണ അതിപ്പോ പറയാൻ കഴിയില്ല. അതിപ്പോ പറയാനില്ല. മറ്റേ പഴയ എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. കാത്തിരുന്ന comeback. ഇതിപ്പോ മാസാണ്. അയ്യോ പൊട്ടി. നീ രണ്ട് ഇന്റർവ്യൂ കൊടുക്കും, തീർന്നു. അതൊരൊന്നൊന്നര കാലമായിരുന്നു. എട്ടിമണി പോലെ ഇരിക്കുന്നല്ലേ? ചെറിയൊരു മതിയാന്ന്. എന്നാ കൊഞ്ചം മാസ് അവസാനം പുള്ളിയുടെ ലുക്ക് കണ്ടോ? ചേട്ടനും അനിയനാണെന്ന് തോന്നുന്നല്ലേ? രണ്ടുപേരും സെയിം. അടുത്ത പടം. ഇത് ചെയ്യണം. അത് വടച്ചന്നെ. അച്ഛനും ചെയ്യണം. വടച്ചനല്ല. പുള്ളിയുടെ ലുക്ക് ഇതല്ല, ഈ ചേട്ടനും അനിയനാണെന്ന് സെയിം ലുക്ക് വരുന്നത് മുടി കണ്ടോ? അല്ലേ? സെയിം ഫേസ് കട്ട്. വണ്ടിയിൽ ഇരിക്കുന്ന സീൻ ഒക്കെ കണ്ടോ? രണ്ടും ഒരുപോലെ ഹെവി. ഒരേ കടയിൽ ഇതില് ഈ ഒരു ഇത് വെച്ചിട്ട് അവിടെ ഒരു ഇത് കാണിച്ചു. മോഹൻലാൽ, OG ലാലേട്ടൻ. കൊച്ചി ലാലേട്ടൻ. OG ലാലേട്ടൻ and ദിലീപ്സ് comeback. എനിക്ക് തോന്നുന്നേ വിനീത് ശ്രീനിവാസ് ഇതില് വില്ലനാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഈ പടം പൊടി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പുള്ളിയുടെ ഒരു ഇത് കണ്ടിട്ട്. വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ can never be a വില്ലൻ. villain. ഹൃദയത്തിന്റെ ഡയറക്ടറാണ് കേട്ടോ. ഹൃദയം അതിന് ചിലപ്പോ മോഹൻലാലിനെ പൊട്ടു വെച്ചിറക്കിയെന്ന് 90s കിഡ്സിന് മറക്കാൻ പറ്റാത്തൊരു സാധനം. അത് അവിടെ ആ ചെപ്പിനകത്തുണ്ട്. അത് പോയി തുറന്നു. വർഷങ്ങൾക്ക് ശേഷം ഹൃദയം അതിന്റെയൊക്കെ ഡയറക്ടറാണ്. പക്ഷെ ലുക്ക് ഒരു രക്ഷയില്ലല്ലേ? സിനിമാറ്റോഗ്രഫി, മ്യൂസിക് മോഹൻലാൽ. പക്ഷെ ഇതാണ് സ്ക്രീൻ പ്രസൻസ് Cameo ആണോ അതോ ഈ വിനീത് ശ്രീനിവാസന് ധ്യാൻ ശ്രീനിവാസന് ആ എറ ഇസ് ഗോൺ. അവർക്ക് ഇനി കൊണ്ട് കുഞ്ഞരാമായണം അതേപോലെ ഒരു സിനിമ കൊണ്ടുവരണമെന്ന് വെച്ചാൽ റിയലി ഡിഫിക്കൽട്ട്. ഇന്നത്തെ കാലത്ത് അത് പറ്റൂല. നീ നിനക്ക് വല്ല കാണാമോ? നീ കണ്ടിട്ടേ നീ സംസാരിക്കും. എന്റെ കണ്ണാടിമാരുടെ കാര്യം കുറച്ച് വ്യക്തത ഉണ്ടാവട്ടെ. അല്ല, ഹൃദയത്തിന്റെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഡയറക്ടറാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നൊസ്റ്റാൾജിക് ആ ഒരു സാധനം പ്രതീക്ഷിക്കാം. ലാലേട്ടൻ ക്യാമിയോ ആണോ അതോ ഒരുപാട് കാണോ എന്നുള്ളതാണ് നല്ല വിഷയം. ക്യാമിയോ ആയിരുന്നെങ്കിലേ ഈ ട്രെയിലറിൽ ഇങ്ങനെ ഇട്ട് അലക്കാൻ പാടില്ലായിരുന്നു അല്ലേ? പക്ഷെ അത് മറ്റേ ഇതില് കാണിച്ചതുപോലെ മറ്റേ രജനീകാന്തിന്റെ പടം ഇല്ലേ, അതിൽ അവസാനം മോഹൻലാലിനെ കൊണ്ടുവന്ന് വന്നതുപോലെ ആയിപ്പോവും ചിലപ്പോ. അല്ല, എനിക്കിത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണിച്ചത്. ക്യാമിയോ ആയിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ. കാരണം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആണ് മോഹൻലാൽ അവിടെ വന്ന്. ഒന്നുകിൽ സ്റ്റോറി മറ്റേ പഴയ കഥയായിരിക്കും പറയുന്നത്. അതെ മറ്റേ ആ സിനിമ പോലെ ഏതൊരു സിനിമ ഉണ്ടല്ലോ മറ്റേ ആ സിനിമയില് അല്ല, നീ പറഞ്ഞില്ലേ ഇപ്പൊ മറ്റേ രജനീകാന്തിന്റെ ഏതോ പടം അതേ സിനിമ മോഹൻലാൽ ക്യാൻസർ ആയിട്ട്. പക്ഷെ അത് ഇതില് ക്യാമിയോ ആയിട്ടും ദിലീപിന്റെ പടത്തില് ക്യാമിയോ റോൾ ആയിട്ടാണ് പുള്ളി വരുന്നെന്നുണ്ടെങ്കിൽ ഹെവി ആയിരുന്നു. AK-47 ആണെങ്കിൽ വേറെ
സോറി ഗൈസ്, ഇതില് ഇത് തമിഴ്നാടാണ്. തമിഴ് തെലുങ്ക തമിഴ് മറ്റേ സ്റ്റാർ പിന്നെ ജയിലറിലെ ഇത് റിയാസ് ഖാൻ. റിയാസ് ഖാൻ പൊട്ടി. ആരെങ്കിലും നോക്കിയേ. അനിയൻ ചേട്ടൻ. ഇതില് മാത്രമേ എനിക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം- ചിരിച്ചോണ്ടിരിക്കുന്നു മറ്റവൻ അടി ബ്ലാക്കും അവൻ ഉണ്ടാക്കി, Vinny's Universe ഉണ്ടാക്കി ദിലീപ് ഇപ്പൊ ഇറങ്ങി. ഇവൻ നശിപ്പിക്കും. ഏത് മറ്റേ കേസ് ഇറങ്ങി കംബാക്ക് എന്തെങ്കിലും ഒരു തോന്നുന്നുണ്ടോ? അല്ല അതിനകത്ത് പറഞ്ഞല്ലോ, ആ. അതിനകത്ത് ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കംബാക്ക് ആണെന്ന്. ടൈമിങ്ങിൽ ഇപ്പൊ അല്ല, എല്ലാവരും- ടൈമിംഗ് പറഞ്ഞതില് ഈ ട്രെയിലർ റിലീസ് ചെയ്തതിന്റെ ടൈമിംഗ് നോക്കിയേ. ഇത് shoot പുള്ളി കത്തി നിൽക്കുന്ന സമയത്ത് അല്ല 8/18 ആണ്. അത് ശ്രദ്ധിച്ചോ? 8/18. അതായത് 8-ാം തീയതി 18 എന്തോ 18 അത് 18-ാമത്തെ മിനിറ്റോ അങ്ങനെ എങ്ങാണ്ടാ ഓ, അത് ശരി. എന്തോ സംഭവം എന്താണ് ഈ പുള്ളി റിലീസ് ചെയ്ത ടൈം. ഓ, ആ, ശരി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗൈസ്? കമന്റ് ചെയ്യൂ. അടിച്ച് കേറി വാ. അയ്യോ ഓ ദേവജിയൊക്കെ എന്തായാലും ട്രെയിലർ കണ്ട് ടീസർ കണ്ടിട്ട് പൊടിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ടി വി കെയുടെ പൊടി പോലെ ആയിരുന്നു മനസ്സിലായോ? തലപതിയുടെ ടി വി കെയുടെ പൊടിയൊക്കെ പൊടിയുടെ കളർ കണ്ടോ? അപ്പൊ ഗൈസ് പടം എന്താവും അറിയില്ല, പക്ഷെ ട്രെയിലറും കാര്യങ്ങളെല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. ഐ ഹോപ്പ് പടം ഇസ് നോട്ട് ബബ്ബ. അതെ 18th അല്ലേ റിലീസ്. അതെ. അപ്പൊ നമ്മൾ 18th പോയി കാണും. കണ്ടിട്ട് വന്നിട്ട് നമുക്ക് റിവ്യൂ പറഞ്ഞാലോ, മൂവി റിവ്യൂ പറയാല്ലേ. അപ്പോൾ 18th കണ്ടിട്ട് ഫസ്റ്റ് ഷോ തന്നെ കയറാൻ നോക്കാം. കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് റിവ്യൂ തന്നെ നമ്മൾ പറയും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ബൈ ഗൈസ്.